പാലത്തായിലെ പീഡനക്കേസ് ഇത് വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അതിലെ സംഭവങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിലുണ്ടായിരിക്കുന്ന വിധി അതും ഇക്കാര്യത്തിൽ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ വിധി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഈ കേസിൻ്റെ വിചാരണ നടപടികൾ മുഴുവൻ ചെയ്ത ഒരു ജഡ്ജി അവർ അവിടെ നിന്ന് മാറ്റപ്പെടുകയും പകരം പുതിയൊരു ജഡ്ജി വരികയും ആ ജഡ്ജി വളരെ വേഗത്തിൽ, ശരിക്കു പറഞ്ഞാൽ 133 പേജ് ഉള്ള ഒരു ജഡ്ജ്മെൻ്റ് എഴുതാൻ പോലും എങ്ങനെ സമയം കിട്ടും എന്ന് പറയുന്നത് പോലെ അതിവേഗതയിൽ ജഡ്ജ്മെൻ്റ് എഴുതുകയും അതിൽ 40 വർഷം പിന്നീട് ഒരു ജീവപര്യന്തം എന്നിങ്ങനെ തടവുകൾ വിധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ചും നിയമങ്ങളനുസരിച്ചും കോടതിയുടെ വിധികൾ മാനിക്കപ്പെടേണ്ടതും അനുസരിക്കപ്പെടേണ്ടതുമാണ്. അതനുസരിച്ച് തന്നെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് തൽക്കാലം ഈ വിധി മറ്റൊരു കോടതി വിധി ഉണ്ടാകുന്നത് വരെ അനുസരിച്ചേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതനുസരിച്ച് നമ്മൾക്ക് ഈ കോടതി വിധിയെ സമീപിക്കുകയും ചെയ്യണം. അതേസമയം കോടതി വിധികളെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. കോടതിയുടെ ജഡ്ജിമാരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് ഞാനത് വായിക്കുകയുണ്ടായി. അതിൽ കണ്ട വളരെയധികം വൈരുദ്ധ്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിൽ ഒരു കാര്യം പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് പൊയിലൂർ എന്ന സ്ഥലത്ത് ഈ കുട്ടിയെ കൊണ്ടുപോയി ഒരു അവിടെ കൊണ്ടുപോയി വെള്ളം കൊടുത്തു, അങ്ങനെ അതിനുശേഷം മറ്റൊരാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന സംഭവം, അത് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കുകയും അത് വളരെ തെറ്റായി കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തുകയും ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇത് അതിൻ്റെ പരാതി, അങ്ങനെ ഒരു പരാതി ഉന്നയിക്കപ്പെടുന്നത് അന്വേഷണത്തിലാണ്. അതല്ലാതെ ഇതിലെ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നല്ല എന്ന് പോലുമുള്ള ഒരു ഫൈൻഡിങ് ഇതിൽ കാണുന്നുണ്ട്. വാസ്തവത്തിൽ അതിജീവിതയുടെ അമ്മ തന്നെയാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളതും ആ പരാതിയുടെ കോപ്പിയെല്ലാം ലഭ്യമാണ്. അതെല്ലാം ഡിഫൻസ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുമുള്ളതാണ്. മാത്രമല്ല ഈ അന്വേഷണം നടത്തിയ അബ്ദുൾ റഹീം എന്ന DYSP അദ്ദേഹത്തിന് ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് തന്നെ വിസ്തരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കണ്ടത് ഏകദേശം 127ഓളം കോൺട്രഡിക്ഷൻസ് ആണ് ഇതിലെ അതിജീവിത പറയുന്നത്. അതുമാത്രമല്ല, ഇത് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, അതിനുശേഷം ക്രൈംബ്രാഞ്ച് IGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നു, അതിനുശേഷം ആ ക്രൈംബ്രാഞ്ചിന്റെ കൂട്ടത്തിൽ ഒരു വനിതാ IPS ഓഫീസറെ വീണ്ടും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഏർപ്പെടുത്തുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കൗൺസിലേഴ്സിനെ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിനെ ഏർപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലെ മറ്റ് നടപടികൾ ഉണ്ടാകുന്നത്. ഏറ്റവും അവസാനം രത്നകുമാർ എന്ന് പറയുന്ന ഒരു DYSPയെ ഈ കേസ് ഏൽപ്പിക്കുന്നു. ആ കേസ് DYSPയെ ഏൽപ്പിക്കുന്നതോടുകൂടിയാണ് ഇതിലെ വലിയ മാറ്റങ്ങൾ വരുന്നത്. സംഭവസ്ഥലം മാറുന്നു. സംഭവസ്ഥലത്ത് നിന്നും 11 മാസത്തിന് ശേഷം അവിടെ നിന്നും ബ്ലഡ് സ്റ്റെയിൻ കിട്ടി എന്ന് പറയുന്നു. ആ ബ്ലഡ് സ്റ്റെയിൻ ഹ്യൂമൻ ബ്ലഡ് ആണോ എന്ന് പോലും പറയാൻ പറ്റില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന യൂറിനിൽ ആരുടെയും ബ്ലഡ് സ്റ്റെയിൻ വരാൻ സാധ്യതയുള്ളതാണ്. അത് കൃത്യമായി DNA പ്രകാരം ഐഡന്റിഫൈ ചെയ്താലല്ലാതെ ഇന്നയാളുടെ രക്തം എന്ന് പറയാനേ പറ്റില്ല. അത് പോയിട്ട് അത് മനുഷ്യരക്തമാണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിലുണ്ടായിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള തെറ്റുകൾ. സാധാരണ ഇത്തരം കേസുകളിൽ ഇപ്പോൾ വിതുര കേസ് എന്ന് പറയുന്ന ഒരു കേസുണ്ടായി. ആ കേസിൽ എത്രയോ വർഷങ്ങൾ ആ അതിജീവിതയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ആ അതിജീവിത നിക്കാഹ് കഴിച്ച് പോയി, അവർക്ക് കുട്ടികളുണ്ടാകുന്ന ആ സ്ഥിതി വന്നു. അതിനുശേഷം അവർ കോടതിയിൽ പിന്നീട് പോകാൻ ഒരു 1-2 അക്യൂസ്ഡിനെതിരെ ഒഴികെ പോകാൻ വിസമ്മതിക്കുന്ന ഘട്ടം വരെ ഉണ്ടായി. പക്ഷേ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഇതിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരാളെ പെടുത്തണം എന്നുള്ള താല്പര്യത്തോടുകൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പോലെ തോന്നുന്നു. ഇതിലെ അന്വേഷണങ്ങളുടെ നിഗമനങ്ങൾ കൃത്യമായിട്ട് എഗെയിൻസ്റ്റായിട്ട് വരുന്നു. അതിന് എല്ലാത്തിനെയും കവർന്നുകൊണ്ട് ഒരു DYSPയുടെ അന്വേഷണം വരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിനെയും ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിനെയും എല്ലാം ശിക്ഷിക്കാൻ കൂടി നടപടികൾ എടുക്കേണ്ടതല്ലേ? അതും ഈ വിധിയുടെ ഒരു ഭാഗമാകേണ്ടതല്ലേ? കാരണം അങ്ങനെയുള്ള ഒരു ക്രൈംബ്രാഞ്ചും
അങ്ങനെയുള്ള ഒരു ലോക്കൽ പോലീസും എങ്ങനെയാണ് ഇങ്ങനെയുള്ള അന്വേഷണം നടത്തുന്നത്? രത്നകുമാർ എന്ന് പറയുന്ന DYSP ഇപ്പോൾ CPMൻ്റെ ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസും അന്വേഷിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാമാണ് വളരെയധികം സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. അതുകൂടാതെ ഈ സംഭവം നടക്കുന്നത് CAA എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന അപരാധിയായി കണ്ടിരിക്കുന്ന പത്മരാജൻ മാസ്റ്ററെ അദ്ദേഹം CAAക്ക് അനുകൂലമായി പോസ്റ്റർ ഇടുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും അതിനെ തുടർന്ന് അദ്ദേഹത്തെ അവിടുന്ന് പുറത്തിയടിക്കാൻ ഒരു കള്ളക്കേസെങ്കിലും എടുത്തൂടെ എന്ന് ഇതിലെ ഒരു വിറ്റ്നസ് ആയിട്ട്, പ്രധാന വിറ്റ്നസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു അമ്മായി പറയുകയും ചെയ്യുന്ന അതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് തന്നെ. അതോടൊപ്പം നമ്മൾ കാണേണ്ട പല കേസുകളുമുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പാനൂർ സോമൻ കേസ് ഉണ്ടായിരുന്നു. CBIക്ക് കേരളത്തിൽ ഇത്രയധികം മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത മറ്റൊരു കേസില്ല. CBI ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ നിരവധി കേസുകൾ മമ്മൂട്ടിയെ ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനാക്കി ഏറ്റവും മികച്ചതായി കാണിച്ച ആ പരമ്പരകൾ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. ആ കേസിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എന്ത് സംഭവിച്ചു? തെളിവുകൾ ഇല്ല എന്നതിൻ്റെ പേരിൽ വിട്ടയക്കപ്പെടുകയാണ് ഉണ്ടായത്. പോളക്കുളം കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശിക്ഷിച്ച കേസാണ്. അതിനെതിരെ അന്നത്തെ അതന്വേഷിച്ച DYSP എതിർ പറഞ്ഞിരുന്നു. ഏതായാലും സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആ കേസും വിട്ടുപോവുകയാണ് ഉണ്ടായത്. അതിലും വളരെ വിചിത്രമായൊരു കേസായിരുന്നു ഗുരുവായൂരിലെ ഒരു സുനിൽ കുമാർ മർഡർ കേസ്. 1993 സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു ദളിത് യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ അയാളുടെ വീട്ടിൽ വെട്ടി കൊല്ലപ്പെടുന്നു. അതിനുശേഷം ലോക്കൽ പോലീസ് 4 CPM പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ കോടതിയിൽ ഹാജരാക്കുന്നു, അതിൻ്റെ ട്രയൽ നടക്കുന്നു. അതിനുശേഷം അവർ ശിക്ഷിക്കപ്പെടുന്നു. അവരുടെ അപ്പീൽ ഹൈക്കോടതിയിൽ നിൽക്കുന്ന സമയം ഞങ്ങളുടെ ടീം അന്വേഷിച്ചുകൊണ്ടിരുന്ന ജംഇയ്യത്തുൽ ഇസാനിയുടെ കേസുകളിൽ അന്വേഷണം നടക്കുമ്പോഴാണ് അറിയുന്നത് വാസ്തവത്തിൽ ആ കൊലപാതകം നടത്തിയിരിക്കുന്നത് ജംഇയ്യത്തുൽ ഇസാനിയുടെ സംഘത്തിൽപ്പെട്ടവരായിരുന്നുവെന്നും അത് അവരുടെ രണ്ടാമത്തെ, അതായത് ചെങ്ങന്നൂർ മൗലവിക്ക് ശേഷമുള്ള രണ്ടാമത്തെ സംഭവമായി തന്നെ കണക്കാക്കാമെന്നുമായിരുന്നു. അപ്പോൾ അങ്ങനെ തീർത്തും നിരപരാധികളായവരെ കോടതിയിൽ വരെ ശിക്ഷിച്ച് ജയിലിൽ ജീവപര്യന്തം തടവിന് ഇട്ട കേസുകളിലും നമ്മൾ അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടുണ്ട് അത് ശരിയല്ലായിരുന്നു എന്നുള്ളത്. ഇതുപോലെ ഇതിലും വളരെ ക്രൂരവും അതിവിചിത്രവുമായ മറ്റൊരു കേസായിരുന്നു നാദാപുരം കല്ലാച്ചിയിൽ നടന്ന ബിനു എന്ന CPM പ്രവർത്തകന്റെ കൊലപാതകം. അവിടെ നാദാപുരം കല്ലാച്ചിയിൽ നിസ്കാരപ്പായയിൽ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തതായിട്ട് വാർത്ത പടരുന്നു. അതൊരു CPM പ്രവർത്തകനായ ബിനു ആണെന്ന് വരുന്നു. അതിനെതിരെ അവിടെ ഒരു റൈറ്റ് തന്നെ നടക്കുന്നു. അതിനുശേഷം ബിനു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കുറേ നാളുകൾക്ക് ശേഷം ബിനുവിന് ജാമ്യം കിട്ടി പുറത്തു വരുന്നു. ആ ബിനുവിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ മാർക്കറ്റിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നു. അതിനുശേഷം ബിനുവിൻ്റെ അമ്മ മാനസികമായി തകർന്നു പോകുന്നു. ആ തകർച്ച കണ്ട് ഇതിലെ പരാതിക്കാരിയായ സ്ത്രീ പറയുന്നു, വാസ്തവത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു, എന്നോട് NDF-കാർ പറഞ്ഞു, അതനുസരിച്ച് ഞാൻ പറഞ്ഞ ഒരു കഥ മാത്രമാണ് എന്നെ ബലാത്സംഗം ചെയ്തു എന്നത്. എന്തു പറയുന്നു? എന്തൊക്കെ സംഭവിച്ചു? അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കഥകൾ ഒരാളെ പ്ലാൻ ചെയ്ത് ഇല്ലാതാക്കാൻ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ശിക്ഷിക്കപ്പെട്ട വീട്ടുകാർക്ക് അത് സത്യത്തിൽ അയാൾ നിരപരാധി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് ശക്തമായ പിന്തുണ കൊടുക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഇതിന് എതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകേണ്ടതും സീനിയോറിറ്റി മറികടന്ന് തന്നെ ഇതിലെ ഈ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഒരു നിരപരാധി ജയിലിൽ കിടക്കുന്നതായി കാണിക്കുന്ന ആ രേഖകൾ കാണിച്ച് തന്നെ ഈ കേസ് വാദിക്കേണ്ടതുമാണ്. അങ്ങനെയാണ് അടുത്ത കോടതിയിൽ അതിനെ ട്രയൽ കോടതിയിലെ വിചാരണ കോടതിയിലെ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വന്നിരിക്കുന്ന കോൺട്രഡിക്ഷൻസും അതിൽ വന്നിരിക്കുന്ന തെറ്റുകളും എല്ലാം ചൂണ്ടിക്കാണിച്ച് ഒരു വിധി സമ്പാദിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ വിധിയും മറ്റ് ഇതിലെ തെളിവുകളും കണ്ട എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. നമ്മുടെ നിയമത്തിൻ്റെ തന്നെ ഒരു സംജ അത് എന്ന് പറയുന്നത് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു കുറേയധികം കേസുകളിൽ തീർത്തും നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അത്
ഈ കേസിൽ തീർച്ചയായിട്ടും അത് മാറണം. അതിനുവേണ്ടി ശരിയായ നീതിപൂർവമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സ്വീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.